ശാന്തി 25/4/26 പ്രഭാത മുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ ദൂരദേശത്ത് നിന്നും വന്നിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് വേണ്ടി പുതിയ രാജ്യം സ്ഥാപിക്കുവാൻ നിങ്ങൾ ഇപ്പോൾ സ്വർഗത്തിന് യോഗ്യരായിക്കൊണ്ടിരിക്കുന്നു. ചോദ്യം: ഏത് കുട്ടികൾക്കാണോ ശിവബാബയിൽ മുറിയാത്ത നിശ്ചയമുള്ളത്, അവരുടെ അടയാളം എന്തായിരിക്കും? ഉത്തരം: അവർ എന്ത് ആജ്ഞ ലഭിക്കുന്നുവോ കണ്ണുമടച്ച് ബാബയുടെ ശ്രീമത്തനുസരിച്ച് നടന്നുകൊണ്ടിരിക്കും. ഇതിൽ എന്തെങ്കിലും നഷ്ടമുണ്ടായാലോ എന്ന ചിന്ത പോലും ഒരിക്കലും വരില്ല. കാരണം ഇങ്ങനെയുള്ള നിശ്ചയബുദ്ധിയായ കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി ബാബയ്ക്കാണ്. അവർക്ക് നിശ്ചയത്തിൻ്റെ ബലം ലഭിക്കുന്നു. അവസ്ഥ ആടാത്തതും അചഞ്ചലവുമാകുന്നു. ഗീതം: നീ തന്നെ മാതാവും നീ തന്നെ പിതാവും. ഓം ശാന്തി. ഇത് ആരുടെ മഹിമയാണ് കേട്ടത്? ആ ഒന്നിനെ കുട്ടികളായ നിങ്ങളല്ലാതെ ലോകത്തിൽ മറ്റാരും അറിയുന്നില്ല. ഇതാണ് ഉയർന്നതിലും ഉയർന്ന ബാബയുടെ മഹിമ. ബാക്കി ആരുടെയെല്ലാം മഹിമ ചെയ്യുന്നു അത് വെറുതെയായി പോകുന്നു. ഉയർന്നതിലും ഉയർന്നത് ഒരേ ഒരു ബാബയാണ്. എന്നാൽ ബാബയുടെ തിരിച്ചറിവ് ആര് നൽകും? സ്വയം വന്ന് ആത്മാവിൻ്റെയും തൻ്റെയും തിരിച്ചറിവ് നൽകുന്നു. ഒരു മനുഷ്യനും ആത്മാവിൻ്റെ പോലും തിരിച്ചറിവില്ല. മഹാനാത്മാവ്, ജീവാത്മാവ് എന്ന് പറയുന്നു. ശരീരം വെടിയുമ്പോൾ ആത്മാവ് പോകുന്നു എന്ന് പറയുന്നു. ശരീരം ജഡമാകുന്നു. ആത്മാവ് അവിനാശിയാണ്. അതൊരിക്കലും ഇല്ലാതാകുന്നില്ല. ആത്മാവ് ഒരു സ്റ്റാർ പോലെയാണ്. അത് അതിസൂക്ഷ്മമാണ്. ഈ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയില്ല. കർത്തവ്യം എല്ലാം ആത്മാവാണ് ചെയ്യുന്നത്. എന്നാൽ അടിക്കടി ദേഹാഭിമാനത്തിൽ വന്നു പോകുന്നു. അപ്പോൾ പറയുന്നു, ഞാൻ ഇന്നയാളാണ്, ഞാൻ ഇത് ചെയ്യുന്നു. വാസ്തവത്തിൽ ചെയ്യുന്നതെല്ലാം ആത്മാവാണ്. ശരീരമാണെങ്കിൽ ഓർഗൻസ് ആണ്. ആത്മാവ് വളരെ സൂക്ഷ്മമാണെന്നും ഭൃഗുടി മധ്യത്തിൽ നിവസിക്കുന്നു എന്നും സന്യാസിമാരും മറ്റും അറിയുന്നുണ്ട്. എന്നാൽ ആത്മാവിലാണ് ഈ പാർട്ട് അഭിനയിക്കുന്നതിൻ്റെ സംസ്കാരമുള്ളത് എന്ന ജ്ഞാനം അവർക്കില്ല. ചിലർ പറയുന്നു, ആത്മാവിൽ സംസ്കാരമില്ല, ആത്മാവ് നിർലേപമാണ്. ചിലർ പറയുന്നു, സംസ്കാരങ്ങൾ അനുസരിച്ച് ജന്മം ലഭിക്കുന്നു എന്ന്. വളരെയധികം മതഭേദങ്ങളുണ്ട്. ഏത് ആത്മാക്കളാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത് എന്നതും ആർക്കും അറിയില്ല. നിങ്ങൾ അറിയുന്നു, സൂര്യവംശികൾ തന്നെയാണ് 84ന്റെ ചക്രം കറങ്ങേണ്ടി വരുന്നത്. ആത്മാവ് തന്നെയാണ് 84ന്റെ ചക്രം കറങ്ങി പതീതമാകുന്നത്. അതിനെ ഇപ്പോൾ ആര് പാവനമാക്കും? പതീത പാവനൻ ഉയർന്നതിലും ഉയർന്ന ഒരേ ഒരു ബാബയാണ്. ആ ഒന്നിന്റെ മഹിമ ഏറ്റവും ഉയർന്നതാണ്. 84 ജന്മങ്ങൾ എല്ലാവരും എടുക്കുന്നില്ല. പിന്നീട് വരുന്നവർക്ക് 84 ജന്മങ്ങൾ എടുക്കുവാൻ സാധിക്കില്ല. എല്ലാവരും ഒരുമിച്ചല്ല വരുന്നത്. ആരാണോ ആദ്യം സത്യയുഗത്തിൽ വരുന്നത്, സൂര്യവംശി രാജാക്കന്മാരും പ്രജകളുമായവർ, അവർക്കാണ് 84 ജന്മമുള്ളത്. പിന്നീട് മനുഷ്യരുടെ വളരെയധികം വർധന ഉണ്ടാകുന്നുവല്ലോ. പിന്നെ ചിലർക്ക് 83, ചിലർക്ക് 80 ജന്മമായിരിക്കും. അവിടെ സത്യയുഗത്തിൽ പൂർണ്ണമായും 150 വർഷം ആയുസ്സുണ്ടായിരിക്കും. ആരും പെട്ടെന്ന് മരിച്ചു പോവുക സാധ്യമല്ല. ഈ കാര്യങ്ങൾ ബാബ തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. ഇപ്പോൾ ആരും പരംപിത പരമാത്മാവിനെ അറിയുന്നില്ല. ബാബ പറയുന്നു, എങ്ങനെയാണോ നിങ്ങളുടെ ആത്മാവ്, അതേപോലെ തന്നെ എൻ്റെയും ആത്മാവ്. നിങ്ങൾ കേവലം ജനന മരണത്തിൽ വരുന്നു, ഞാൻ വരുന്നില്ല. എന്നെ വിളിക്കുന്നത് തന്നെ പതീതം ആകുമ്പോഴാണ്. എപ്പോഴാണോ വളരെ ദുഃഖിതരാകുന്നത് അപ്പോഴാണ് വിളിക്കുന്നത്. ഈ സമയം കുട്ടികളായ നിങ്ങളെ ശിവബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ ചോദിക്കുന്നു, പരമാത്മാവ് വരുന്നു എന്ന് എങ്ങനെ അംഗീകരിക്കും?
അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. എല്ലാവരും വിളിക്കുന്നുണ്ട്, ഹേ പതീത പാവന വരൂ. ഇപ്പോൾ ആ ഒന്ന് നിരാകാരമാണ്. ആ ഒന്നിന് തൻ്റെതായ ശരീരമില്ല. വരേണ്ടതും പതീത ലോകത്താണ്, പാവന ലോകത്തിൽ വരികയില്ല. ഇങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഇതും മനസ്സിലാക്കിക്കണം, പരമാത്മാവ് ഇത്രയും ചെറുതാണ്, ആത്മാവ് ചെറുതായിരിക്കുന്നത് പോലെ. പക്ഷേ ആ ഒന്ന് മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്, നോളജ്ഫുള്ളാണ്. ബാബു പറയുന്നു, നിങ്ങൾ എന്നെ പരംപിത പരമാത്മാ എന്ന് പറയുന്നു, വിളിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും വരുമല്ലോ. ദൂരദേശത്ത് വസിക്കുന്നവൻ അന്യദേശത്ത് വന്നിരിക്കുന്നു എന്ന് മഹിമയുമുണ്ട്. ഇപ്പോൾ ബാബയിലൂടെ അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ അന്യദേശത്ത്, അതായത് രാവണന്റെ ദേശത്തിലാണ്. സത്യയുഗത്തിലും ത്രേതായിലും നമ്മൾ ഈശ്വരീയ ദേശത്തിൽ, അതായത് തൻ്റെ ദേശത്തായിരുന്നു. പിന്നെ ദ്വാപരം മുതൽ നമ്മൾ അന്യദേശത്തും അന്യരാജ്യത്തിലും വരുന്നു, വാമമാർഗത്തിൽ വരുന്നു. പിന്നെ ഭക്തി ആരംഭിക്കുന്നു. ആദ്യം ശിവബാബയുടെ ഭക്തി ചെയ്യുവാൻ തുടങ്ങുന്നു. അവർ ശിവന്റെ ഇത്രയും വലിയ ലിംഗമുണ്ടാക്കുന്നു. എന്നാൽ ആ ഒന്ന് ഇത്രയും വലുതൊന്നുമല്ല. ആത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി. ആ ഒന്ന് നോളജ്ഫുള്ളും സദാ പാവനവും സുഖത്തിൻ്റെ സാഗരവും ആനന്ദത്തിൻ്റെ സാഗരവുമാണ്. ഇത് പരമാത്മാവിൻ്റെ മഹിമയാണല്ലോ. ഹേ പതീത പാവന വരൂ എന്നിപ്പോൾ വിളിക്കുന്നു. അത് പരമപിതാവാണ്, കൽപ്പകൽപ്പങ്ങളിൽ വരുന്നു. ദൂരദേശത്ത് വസിക്കുന്ന യാത്രക്കാരനെ വിളിക്കുന്നു. ആ ഒന്നിൻ്റെ മഹിമ പാടുന്നു. ബ്രഹ്മ സരസ്വതിയെ വിളിക്കുന്നില്ല, വിളിക്കുന്നത് നിരാകാരമായ പരമാത്മാവിനെയാണ്. ആത്മാവാണ് വിളിക്കുന്നത്. ദൂരദേശത്ത് വസിക്കുന്നവനെ ഇപ്പോൾ വരൂ അന്യദേശത്തിലേക്ക്. കാരണം ഇപ്പോൾ എല്ലാവരും പതീതമായിരിക്കുന്നു. ഞാൻ വരുന്നത് രാവണരാജ്യം ഇല്ലാതാകേണ്ട സമയത്താണ്. ഞാൻ വരുന്നതും സംഗമയുഗത്തിലാണ്. ഇത് ആർക്കും തന്നെ അറിയില്ല. ആ പരമാത്മാവ് ബിന്ദുവാണ് എന്ന് പറയുന്നുമുണ്ട്. ഇക്കാലത്ത് പിന്നെ ആത്മാവ് തന്നെ പരമാത്മാവ്, പരമാത്മാവ് തന്നെയാണ് ആത്മാവ് എന്ന് പറയുന്നു. ആത്മാവ് പരമാത്മാവാവുക സാധ്യമല്ല. ആത്മാവും പരമാത്മാവും രണ്ടും വേറെ വേറെയാണ്. രണ്ടിൻ്റെയും രൂപം ഒന്നുപോലെയാണ്. എന്നാൽ ആത്മാവ് പതീതമാകുന്നു. 84 ജന്മങ്ങളെ പാർട്ടഭിനയിക്കേണ്ടി വരുന്നു. പരമാത്മാവ് ജനന മരണരഹിതമാണ്. അഥവാ ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്ന് പറയുന്നുവെങ്കിൽ സദോ പ്രധാന പരമാത്മാവ് തമോ പ്രധാനത്തിലേക്ക് വരുന്നുണ്ടോ? ഇല്ല, ഇതുണ്ടാവുക സാധ്യമല്ല. ബാബു പറയുന്നു, ഞാൻ വരുന്നത് സർവ ആത്മാക്കളുടെയും സർവീസ് ചെയ്യാനാണ്. എൻ്റെ ജന്മമെന്നും പറയുന്നില്ല. ഞാൻ വരുന്നത് തന്നെ നരകവാസികളെ സ്വർഗവാസികളാക്കാനാണ്. അന്യദേശത്തിൽ വന്നിരിക്കുന്നു തൻ്റെ സ്വർഗം സ്ഥാപിക്കുവാൻ. ബാബു തന്നെ വന്ന് നമ്മളെ സ്വർഗത്തിന് യോഗ്യരാക്കി മാറ്റുന്നു. ആത്മാക്കളുടെ പാർട്ട് അവരവരുടേതാണ് എന്നതും മനസ്സിലാക്കിച്ചു തന്നു. പരമാത്മാവ് ജനന മരണരഹിതമാണ്. തീർച്ചയായും വരുന്നുണ്ട്. അപ്പോഴാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. എന്നാൽ ആ ഒന്ന് എപ്പോൾ വന്നു ഇതാർക്കും അറിയില്ല. വെറുതെ ശിവജയന്തി ആഘോഷിച്ചു വരുന്നു. തീർച്ചയായും സംഗമത്തിൽ വന്നിട്ടുണ്ടാകും സ്വർഗം സ്ഥാപിക്കുവാനായി, പതീതരെ പാവനമാക്കുവാനായി. തീർച്ചയായും സംഗമത്തിൽ വരുമല്ലോ. പാവന സൃഷ്ടിയാണ് സ്വർഗം. പതീത പാവന വരൂ എന്ന് പറയുന്നു. പിന്നെ തീർച്ചയായും പതീത ലോകത്തിൻ്റെ വിനാശത്തിൻ്റെ സമയമുണ്ടാകും. അപ്പോൾ തന്നെയാണ് പാവന ലോകം സ്ഥാപിക്കുന്നത്. യുഗങ്ങൾ തോറും വരുന്നില്ല. ബാബു പറയുന്നു, എനിക്ക് സംഗമത്തിൽ തന്നെയാണ് വന്ന് പതീത ലോകത്തെ പാവനമാക്കേണ്ടത്. ഇത് അന്യദേശമാണ്, രാവണന്റെ ദേശം. എന്നാൽ രാവണന്റെ രാജ്യം നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു മനുഷ്യനും അറിയുന്നില്ല. എപ്പോൾ മുതൽ ഈ രാവണ രാജ്യം ആരംഭിച്ചു ഒന്നും അറിയില്ല. ഏറ്റവും ആദ്യത്തെ മുഖ്യ കാര്യമാണ് ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും
രഹസ്യം മനസ്സിലാക്കിച്ചു കൊടുക്കുക. പിന്നീട് ആ ഒന്ന് കൽപ്പത്തിൻ്റെ സംഗമയുഗത്തിൽ പാവനമാക്കുവാൻ വരുന്നു എന്നത് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഈ കാര്യം ആ ഒന്നിൻ്റേത് തന്നെയാണ്, അല്ലാതെ ശ്രീകൃഷ്ണൻ്റേതല്ല. ശ്രീകൃഷ്ണൻ സ്വയം 84 ജന്മങ്ങളെടുത്ത് താഴെ ഇറങ്ങുന്നു. സൂര്യവംശികളെല്ലാം താഴേക്കിറങ്ങുന്നു. വൃക്ഷം പകുതി ഫ്രഷും പകുതി പഴയതും ആയിരിക്കുകയില്ല. ജീർണിച്ച അവസ്ഥ എല്ലാത്തിനും ഉണ്ടാകുന്നു. കൽപ്പത്തിൻ്റെ ആയുസ്സും മനുഷ്യർക്കറിയില്ല. ശാസ്ത്രങ്ങളിൽ നീണ്ട ആയുസ് നൽകിയിരിക്കുന്നു. ഇത് ബാബ തന്നെയാണിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. ഇതിൽ മറ്റു ചോദ്യങ്ങൾ ഉയരുക സാധ്യമല്ല. രചയിതാവായ ബാബ സത്യം തന്നെയാണ് പറയുന്നത്. നമ്മൾ ഇത്രയും BKs ഉണ്ട്, എല്ലാവരും അംഗീകരിക്കുന്നു. തീർച്ചയായുമാണ്, അതിനാലാണ് അംഗീകരിക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ നിശ്ചയമുണ്ടാകും, അപ്പോൾ മനസ്സിലാവുകയും ചെയ്യും. ആദ്യം മനുഷ്യർക്ക് ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കണം. നിരാകാരനായ പരംപിത പരമാത്മാവ് ദൂരദേശത്തു നിന്നും വന്നിരിക്കുന്നു. എന്നാൽ ആരുടെ ശരീരത്തിൽ വന്നു? സൂക്ഷ്മവതനത്തിൽ വന്ന് എന്തു ചെയ്യുവാനാണ്? തീർച്ചയായും ഇവിടെ വരേണ്ടി വരും. പ്രജാപിത ബ്രഹ്മാവും ഇവിടെയാണ് ആവശ്യം. ബ്രഹ്മാവ് ആരാണ്? ഇതും ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആരിൽ പ്രവേശിച്ചുവോ ആ ഒന്ന് തൻ്റെ ജന്മങ്ങളെ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ കുട്ടികളും അറിഞ്ഞിരുന്നില്ല. കുട്ടികളായി മാറുന്നതും ഞാൻ അഡോപ്റ്റ് ചെയ്യുമ്പോഴാണ്. ഞാൻ ഇദ്ദേഹത്തെ, അതായത് സാകാരത്തെ സഹിതം കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ തൻ്റെ ജന്മങ്ങളെ മറന്നുപോയോ? ഇപ്പോൾ സൃഷ്ടിയുടെ ചക്രം പൂർത്തിയാകുന്നു, വീണ്ടും റിപ്പീറ്റ് ആകും. ഞാൻ പാവനമാക്കുന്നതിനായി രാജയോഗം പഠിപ്പിക്കുവാനായി വന്നിരിക്കുകയാണ്. പാവനമാകാനുള്ള മറ്റൊരു വഴിയുമില്ല. അഥവാ ഈ രഹസ്യം മനുഷ്യർ അറിഞ്ഞിരുന്നുവെങ്കിൽ ഗംഗയിലും മറ്റും സ്നാനം ചെയ്യാനോ മേളയിലോ മറ്റോ പോകുമായിരുന്നില്ല. ഈ ജലത്തിൻ്റെ നദികളിൽ സദാ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദ്വാപര മുതൽ ചെയ്തു വന്നു. ഗംഗയിൽ മുങ്ങുന്നതിലൂടെ പാപം നശിക്കും എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ യാതൊരു പാപവും നശിക്കുന്നില്ല. ആദ്യം ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും രഹസ്യം പറഞ്ഞു കൊടുക്കും. ആത്മാക്കൾ തന്നെയാണ് പരമാത്മാവാകുന്ന പിതാവിനെ വിളിക്കുന്നത്. ആ ഒന്ന് നിരാകാരമാണ്. ആത്മാവും നിരാകാരമാണ്. ഈ ഓർഗൻസിലൂടെ ആത്മാവാണ് വിളിക്കുന്നത്. ഭക്തിക്ക് ശേഷം ഭഗവാന് വരേണ്ടതുണ്ട്. ഡ്രാമയിൽ ഈ പാട്ടുമുണ്ട്. ബാബ പറയുന്നു, എനിക്ക് പുതിയ ലോകം സ്ഥാപിക്കുവാനായി വരേണ്ടി വരുന്നു. ഭഗവാന് സങ്കല്പം വന്നതായി ശാസ്ത്രങ്ങളിലുമുണ്ട്. അപ്പോൾ തീർച്ചയായും ഡ്രാമ പ്ലാൻ അനുസരിച്ച് സങ്കല്പം വന്നിട്ടുണ്ടാകുമല്ലോ. മുൻപ് ഈ കാര്യങ്ങളെ മനസ്സിലാക്കിയിരുന്നില്ല. ദിനം പ്രതിദിനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പുതിയ പുതിയ ഗുഹ്യത്തിലും ഗുഹ്യമായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. കേട്ട് മനസ്സിലാക്കുന്നു. മുൻപ് ശിവബാബ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ നല്ല രീതിയിൽ മനസ്സിലായി. ഇനിയും മനസ്സിലാക്കാൻ വളരെ അധികമുണ്ട്. ആർക്ക് എങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കണം എന്ന് ദിവസവും മനസ്സിലാക്കിക്കുന്നു. ആദ്യം പരിധിയില്ലാത്ത ബാബയാണ് മനസ്സിലാക്കിക്കുന്നത് എന്ന നിശ്ചയം വരുത്തണം. ആ ഒന്ന് തീർച്ചയായും സത്യമാണ് പറയുന്നത്. ഇതിൽ കുഴങ്ങിപ്പോകേണ്ട കാര്യമില്ല. കുട്ടികളിൽ ചിലർ പക്വമാണ്, ചിലർ അപക്വമാണ്. അപക്വമാണെങ്കിൽ ആർക്കും മനസ്സിലാക്കിക്കുവാൻ സാധിക്കില്ല. ഈ സ്കൂളിലും നമ്പർ വൈസ് ആണ്. പരംപിത പരമാത്മാവാണ് വന്ന് പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കിക്കും എന്ന സംശയവും വളരെ പേർക്കുണ്ട്. കാരണം അവരുടെ ബുദ്ധിയിലുള്ളത് ശ്രീകൃഷ്ണൻ ജ്ഞാനം കേൾപ്പിച്ചു എന്നാണ്. ഇപ്പോൾ പതീത ലോകത്താണെങ്കിൽ കൃഷ്ണന് വരാൻ സാധിക്കില്ല. ഇത് അവർക്ക് തെളിയിച്ചു കൊടുക്കൂ. പരമാത്മാവിന് തന്നെയാണ് വരേണ്ടി വരുന്നത്, പതീത ലോകത്തിലും പതീത ശരീരത്തിലും. ബാബ ഇതും മനസ്സിലാക്കിച്ചു തരുന്നു. ഓരോരുത്തർക്കും അവരവരുടേതായ ബുദ്ധിയുണ്ട്. ചിലർ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. എത്ര സാധിക്കുമോ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ബ്രാഹ്മണരെല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല. എന്നാൽ
ദേഹാഭിമാനം കുട്ടികളിൽ വളരെയധികമുണ്ട്. നമ്പർ വൈസ് ആണ് എന്നത് ഈ ബാബയും അറിയുന്നുണ്ട്. കുട്ടികൾ ഡയറക്ഷൻ അനുസരിച്ച് നടക്കേണ്ടി വരും. വലിയ ബാബ എന്തു പറയുന്നുവോ അത് അംഗീകരിക്കേണ്ടതാണ്. ഗുരുക്കന്മാരുടേതും മറ്റും അംഗീകരിച്ചു വരികയായിരുന്നു. ഇപ്പോൾ ആരാണോ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആ ഒന്നിൻ്റെ കാര്യം കണ്ണുമടച്ച് അംഗീകരിക്കേണ്ടതാണ്. എന്നാൽ ഇങ്ങനെയുള്ള നിശ്ചയബുദ്ധിയില്ല. അതിൽ നഷ്ടമുണ്ടാകട്ടെ അല്ലെങ്കിൽ നേട്ടമുണ്ടാകട്ടെ അംഗീകരിക്കേണ്ടതാണ്. നഷ്ടം തന്നെ ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ, എങ്കിലും ബാബ പറയുന്നുവല്ലോ, എപ്പോഴും ഇങ്ങനെ മനസ്സിലാക്കൂ, ശിവ് ബാബ തന്നെയാണ് പറയുന്നത്. ബ്രഹ്മാവാണെന്ന് മനസ്സിലാക്കാതിരിക്കും. റെസ്പോൺസിബിൾ ശിവ് ബാബയാണ്. ഈ രഥം ആ ഒന്നിൻ്റേതാണ്. അത് ശരിയാക്കി മാറ്റും. ഞാൻ ഇരിക്കുകയാണ് എന്ന് പറയും. എല്ലായ്പ്പോഴും മനസ്സിലാക്കണം, ശിവ് ബാബ തന്നെയാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് ഒന്നും അറിയില്ല. ഇങ്ങനെ തന്നെ മനസ്സിലാക്കൂ. ഒരു ഭാഗത്ത് നിശ്ചയം വെക്കേണ്ടതാണ്. ശിവ് ബാബ പറയുന്നു, എന്നെ അംഗീകരിച്ചു കൊണ്ടിരിക്കൂ, എങ്കിൽ നിങ്ങളുടെ മംഗളം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ബ്രഹ്മാവും അഥവാ എന്തെങ്കിലും പറയുന്നു എങ്കിൽ അതിനും റെസ്പോൺസിബിലിറ്റി ശിവ് ബാബയ്ക്കാണ്. കുട്ടികളായ നിങ്ങൾ ചിന്തിക്കാതിരിക്കൂ. ശിവ് ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ അവസ്ഥ കൂടുതൽ ഉറച്ചതാക്കും. നിശ്ചയത്തിൽ വികർമ്മവും വിനാശമാകും, ബലവും ലഭിക്കും. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ അത്രയും ബലം കൂടുതൽ ലഭിക്കും. ആരാണോ ശ്രീമത്ത് അനുസരിച്ച് നടന്ന് സർവീസ് ചെയ്യുന്നത് അവർ ഉയർന്ന പദവി നേടും. വളരെ പേരിൽ ദേഹാഭിമാനം വളരെയധികം ഉണ്ടായിരിക്കുന്നു. നോക്കൂ, ബാബ എല്ലാ കുട്ടികളോടും എത്ര സ്നേഹത്തോടെയാണ് നടക്കുന്നത്. എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കുട്ടികളോട് ചോദിക്കുന്നു, നന്നായിരിക്കുന്നു, പ്രയാസമൊന്നുമില്ലല്ലോ. കുട്ടികളോട് സ്നേഹമുണ്ട്. പരിധിയില്ലാത്ത ബാബയ്ക്ക് കുട്ടികളോട് വളരെയധികം സ്നേഹമുണ്ട്. ആര് എത്ര ശ്രീമത്ത് അനുസരിച്ച് സർവീസ് ചെയ്യുന്നു അതനുസരിച്ച് സ്നേഹമുണ്ടായിരിക്കുന്നു. സർവീസിൽ തന്നെയാണ് നേട്ടമുള്ളത്. സർവീസിൽ എല്ലുകളും നൽകണം. ഏതൊരു കാര്യം ചെയ്തുകൊണ്ടിരുന്നാലും അവർ പിന്നെ ഹൃദയത്തിലും ഇരിക്കുന്നു, ഈ കുട്ടി ഫസ്റ്റ് ക്ലാസ് ആണ് എന്ന്. എന്നാൽ മുന്നോട്ട് പോകവേ ചിലരിൽ ഗ്രഹപ്പിഴയും ഇരിക്കുന്നു. മായയുടെ എതിരിടൽ ഉണ്ടല്ലോ. ഗ്രഹപ്പിഴ കാരണം പിന്നെ ജ്ഞാനം എടുക്കുവാൻ സാധിക്കുന്നില്ല. ചിലരാണെങ്കിൽ പിന്നെ കർമ്മണ സേവനം അക്ഷീണമായി ചെയ്യുന്നു. നിങ്ങളുടെ ജോലിയാണ് സർവരെയും സുഖധാമത്തിന്റെ അധികാരിയാക്കുക. ആർക്കും ദുഃഖം നൽകുവാൻ പാടില്ല. ജ്ഞാനമില്ലെങ്കിൽ പിന്നെ വളരെയധികം ദുഃഖം നൽകുന്നു. പിന്നെ എത്ര തന്നെ മനസ്സിലാക്കിച്ചു കൊടുത്താലും മനസ്സിലാക്കുന്നില്ല. ആദ്യം ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും അറിവ് നൽകണം. എങ്ങനെയാണ് ആത്മാവിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിട്ടുള്ളത്? അത് അവിനാശി പാർട്ടാണ്. ഒരിക്കലും മാറാൻ പോകുന്നതല്ല. ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഈ നിശ്ചയമുള്ളവർ ഒരിക്കലും കുലുങ്ങില്ല. വളരെ പേർ കുലുങ്ങി പോകുന്നു. പിന്നീട് എപ്പോഴാണോ വൈക്കോൽ കൂനിക്ക് തീ പിടിക്കുന്നത് അപ്പോൾ അചഞ്ചലമാകും. ഇപ്പോഴാണെങ്കിൽ വളരെയധികം യുക്തിയോടെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. നല്ല നല്ല കുട്ടികളാണെങ്കിൽ സർവീസിൽ ഇരിക്കുന്നു, ഹൃദയത്തിൽ കയറിയിരിക്കുന്നു, വളരെ തീവ്രമായി പോയിക്കൊണ്ടിരിക്കുന്നു, വളരെയധികം പ്രയത്നിക്കുന്നു. അവർക്ക് സർവീസിന്റെ വളരെ താല്പര്യമുണ്ടായിരിക്കും. ആരിൽ എന്ത് ഗുണമുണ്ടോ അത് ബാബ വർണ്ണിക്കുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സർവീസിൽ എല്ലുകൾ നൽകണം. അതായത് കഠിന പ്രയത്നം ചെയ്യണം. ഏതൊരു കാര്യത്തിലും സംശയം ഉയർത്തരുത്. സർവർക്കും സർവീസിലൂടെ സുഖം നൽകണം, ദുഃഖമല്ല. നിശ്ചയത്തിന്റെ ബലത്തിലൂടെ തൻ്റെ അവസ്ഥയെ ആടാത്തതാക്കണം. ഏത് ശ്രീമത് ലഭിക്കുന്നു അതിൽ മംഗളം അടങ്ങിയിട്ടുണ്ട്. കാരണം റെസ്പോൺസിബിൾ ബാബയാണ്. അതിനാൽ ചിന്തിക്കേണ്ടതില്ല.
വരദാനം. യോഗയുക്ത സ്ഥിതിയിലൂടെ സൂക്ഷ്മവും കടുത്തതുമായ ബന്ധനങ്ങളെ മറികടക്കുന്ന ബന്ധനമുക്തമായി ഭവിക്കട്ടെ. യോഗയുക്തമായി ഇരിക്കുന്നതിൻ്റെ അടയാളമാണ് ബന്ധനമുക്തം. യോഗയുക്തം ആകുന്നതിൽ ഏറ്റവും വലിയ അന്തിമ ബന്ധനമാണ് സ്വയം വിവേകശാലിയായി മനസ്സിലാക്കി ശ്രീമത്തിനെ തൻ്റെ ബുദ്ധിയുടെ അതിശയമായി മനസ്സിലാക്കുന്നത്. അതായത് ശ്രീമത്തിൽ തൻ്റെ ബുദ്ധി മിക്സ് ചെയ്യുന്നത്. അതിനെ ബുദ്ധിയുടെ അഭിമാനം എന്ന് പറയുന്നു. എപ്പോഴെങ്കിലും ആരെങ്കിലും ദൗർബല്യതയെക്കുറിച്ച് സൂചന നൽകിയെങ്കിൽ, അഥവാ തിന്മ ചെയ്യുന്നുവെങ്കിൽ, അഥവാ ആ സമയത്ത് അല്പമെങ്കിലും വ്യർത്ഥ സങ്കല്പം നടന്നുവെങ്കിൽ അതും ബന്ധനമാണ്. എപ്പോഴാണോ ഈ ബന്ധനങ്ങളെ ക്രോസ് ചെയ്ത് ജയപരാജയം, നിന്ദാസ്തുതി എന്നിവയിൽ സമാന സ്ഥിതി ഉണ്ടാക്കുന്നത്, അപ്പോൾ സമ്പൂർണ്ണ ബന്ധനമുക്തം എന്ന് പറയും. സ്ലോഗൻ: ആദ്യം ചിന്തിക്കുക, പിന്നെ ചെയ്യുക. ഇത് തന്നെയാണ് ജ്ഞാനി ആത്മാവിൻ്റെ ഗുണം. അവ്യക്ത സൂചന: മഹാൻ ആകുന്നതിനായി മധുരതയുടെയും വിനയത്തിൻ്റെയും ഗുണം ധാരണ ചെയ്യൂ. ഇതുപോലെ അറിവില്ലാത്ത കുട്ടി കുഴപ്പം പിടിച്ച ഏതെങ്കിലും വസ്തുവിനെ കളിപ്പാട്ടമായി കരുതുന്നുവെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും നൽകി വിടുവിക്കേണ്ടി വരും. ഇതേപോലെ തന്നെ ആരാണോ അല്പകാലത്തെ മാന്യതയും പ്രൗഢിയും അല്പകാലത്തെ ഇച്ഛയും വയ്ക്കുന്നത്, അവർക്ക് മാന്യത നൽകി സ്വയം വിനയമുള്ളവരായി മാറൂ. ആ സമയത്ത് അഥവാ അവർക്ക് ശിക്ഷണം നൽകുകയാണെങ്കിൽ സംഘർഷങ്ങൾ ഉണ്ടാകും. അതിനാൽ ഇങ്ങനെയുള്ള സമയത്ത് യുക്തിയുക്തമായ പെരുമാറ്റത്തിലൂടെ, പരോപകാരിയായി ക്ഷമാഭാവത്തിലൂടെ ബഹുമാനം നൽകി ആദ്യം അവരെ വിവേകശാലി ആക്കൂ. അതിലൂടെ ഈ കാര്യം ദോഷകരമാണ് എന്ന് അവർ സ്വയം തിരിച്ചറിയട്ടെ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഒരു ബാബ, രണ്ടാമതാരുമില്ല എന്ന ഗഹന തപസ്യയുടെ വിധിയിലൂടെ ഞാൻ ആത്മാവ്, വിധാതാവും വരദാതാവുമായ ബാബയിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും ഖജനാവുകൾ ശേഖരിക്കുകയാണ്. സമ്പന്നമായ സ്ഥിതി കൈവരിക്കുകയാണ്. മന്മനാഭവയുടെ മന്ത്രസ്വരൂപമായ ഞാൻ ലൈറ്റ് ഹൗസ്, മൈറ്റ് ഹൗസ് ആകുന്നു. വിശ്വത്തിൽ വിദൂര സ്ഥാനങ്ങളിലായി അശാന്തരും ബലഹീനരുമായ എത്ര ആത്മാക്കളാണ്. അങ്ങനെയുള്ള ആത്മാക്കൾക്ക് ഞാൻ ശാന്തിയുടെയും ശക്തിയുടെയും പ്രകാശകിരണങ്ങൾ നൽകുകയാണ്. ഈ ശ്രേഷ്ഠ വൈബ്രേഷൻ വിശ്വമാകെ വ്യാപിക്കുകയാണ്.
അശാന്തരും ബലഹീനരുമായ ആത്മാക്കൾ ശാന്തിയും ശക്തിയും സ്വീകരിച്ച് അവരുടെ ശാന്തിയാകുന്ന ആത്മധർമ്മത്തിൽ സ്ഥിതി ചെയ്യട്ടെ. ശക്തി സമ്പന്നമായി മാറട്ടെ.